നമുക്ക് പൂർണ്ണമായിട്ട് വിശകലനം ചെയ്യാൻ സാധിക്കാത്ത നിലയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ പ്രദേശം ഒറ്റപ്പെട്ടത് തന്നെയാണ്. കാരണം ആ പാലം പൂർണ്ണമായിട്ടും പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ആളുകൾ അങ്ങോട്ടേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത്. ഇനി അവരിൽ നിന്ന് കിട്ടുന്ന വിവരം കൂടി ചേർത്ത് കൊണ്ടും എന്തായി അവിടുത്തെ സ്ഥിതി എന്ന് മനസ്സിലാക്കാൻ പരമാവധി ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃത്രിമം പാലം ഉണ്ടാക്കണം. ആ പാലം പട്ടാളം വരുന്നതോടുകൂടിയാണ് നിർമ്മിക്കാനാവുക എന്നുള്ളതാണിപ്പോൾ കളക്ടർ പറഞ്ഞിട്ടുള്ളത്. പട്ടാളത്തിൻ്റെ ആളുകൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേവി സംവിധാനവും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഏകോപിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ തന്നെ രൂപപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. കളക്ടർ ഉൾപ്പെടെ, അതുപോലെ തന്നെ SP ഉൾപ്പെടെ എല്ലാവരും ഇവിടെയുണ്ട്. അതുപോലെ മന്ത്രിമാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ ഇന്നലെ തന്നെ എത്തി. ഇന്നിപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് എല്ലാ ജില്ലാടിസ്ഥാനത്തിലുള്ള മുഴുവൻ നേതാക്കന്മാരും ഇവിടെയുണ്ട്. അതുപോലെ ജനപ്രതിനിധികൾ മുഴുവൻ ആളുകളും ഇവിടെ തന്നെയുണ്ട്. അവരൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ എല്ലാം ശ്രമത്തിന് ഫലപ്രാപ്തി വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ അപ്പുറത്തേക്ക് കടക്കാനുള്ള സാഹചര്യം രൂപപ്പെട്ട് വന്നാലേ സാധിക്കുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയായിട്ട് ഇപ്പോഴെടുത്ത് അതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ വയനാട് വല്ലാത്ത മരണക്കിണിയിൽ വീണു എന്ന് വേണമെങ്കിൽ പറയാം. വല്ലാത്ത ദുരന്ത ഭൂമിയായി ഈ നാട് അവശേഷിക്കുകയാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വയനാട്ടിലേക്ക് യാത്ര ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും വലിയ ദുരന്ത ഭൂമിയിൽ നിന്ന് പുതിയ വാർത്തകൾ വരുന്നു. നമ്മളെ സങ്കടപ്പെടുന്ന വാർത്തകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്.